ഹലോ ഗൈസ്, എൻ്റെ പേര് അലീന. അപ്പോൾ ഞാൻ പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ചാനലിൻ്റെ പേര് അലീന ലിബിൻ എന്നാണ്. എൻ്റെ നാട്ടിലെൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ പോളണ്ടിലാണുള്ളത്. ഞാൻ ആദ്യം വന്നത് പക്ഷേ പോളണ്ടിലോട്ടല്ല കേട്ടോ. ഞാൻ സ്ലോവേനിയയിലെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നത്, ജർമ്മൻ കോഴ്സ് പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നാട്ടിൽ ഞാൻ കൽക്കട്ടയിലെ നേഴ്സാണ്. അപ്പോൾ കൽക്കട്ടയിലെ അപ്പോളോയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഫേസ്ബുക്കിലൊരു അഡ്വർടൈസ്മെൻറ്റ് കണ്ട് അങ്ങനെ എടുത്ത് ചാടിയെന്ന് പറയുന്നതായിരിക്കും സത്യം. നമുക്ക് യൂറോപ്പിൽ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ സ്ലോവേനിയെങ്കിൽ സ്ലോവേനിയ എന്തെല്ലാം ആവട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതാണ്. പിന്നെ അവർ കുറേ വാഗ്ദാനങ്ങൾ അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. 6 മാസം കഴിയുമ്പോൾ ഇങ്ങനെ ഓസ്ട്രേലിയയിൽ പോകാം, അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യാം എന്നൊക്കെ. എന്തെല്ലാം ആവട്ടെ. പിന്നെ നമ്മുടെ തലവര വായിച്ചാലും തേച്ചാലും പോകത്തില്ലല്ലോ. അങ്ങനെ പൈസയൊക്കെ പോയി സ്ലോവേനിയയിൽ വന്നു. കോഴ്സ് കംപ്ലീറ്റ് ആക്കിയെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ് ഒന്നും ആക്കിയില്ല, 9 മാസത്തോളമൊക്കെ പഠിച്ചു. പിന്നെ അങ്ങനെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ പോളണ്ടിലൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതുവഴി ഇങ്ങോട്ടേക്ക് ചാടി. പിന്നെ നമ്മുടെ പ്രൊഫഷനിൽ തന്നെ വർക്ക് ചെയ്യാൻ ഇവിടെ പറ്റില്ലല്ലോ. ഇവിടെയും ലാംഗ്വേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് കേട്ടു. പിന്നെ ഇനിയും പഠിക്കാൻ വയ്യാത്തതുകൊണ്ടും കടങ്ങളുടെ ചുമതലയൊക്കെ ഉള്ളതുകൊണ്ടും ഇവിടെ എൻ്റെ പ്രൊഫഷനിലല്ലാണ്ട് ഇവിടെ ഒരു വെയർ ഹൗസിൽ വർക്ക് ചെയ്യണം ഞാനിപ്പോൾ. പക്ഷെ ഗുണമുണ്ടെന്ന് വെച്ചാൽ പ്രൊഫഷന് വർക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും യൂറോപ്പിൽ വരാമെന്നുള്ളത് സാധിച്ചു. പിന്നെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ, അത് വീട്ടിലേക്ക് അയക്കാമല്ലോ. വരുന്ന സമയത്തുള്ള കടങ്ങളും അതൊക്കെ തീർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ മേഖലയിൽ ഇവിടുത്തെ ജോലിയിൽ നിന്നിട്ട് നാട്ടിൽ ചെന്ന് നമ്മുടെ പ്രൊഫഷനിൽ കയറാമെന്നൊക്കെയാണ് എൻ്റെ വിചാരം. പിന്നെ നമ്മുടെ മുകളിലിരിക്കുന്ന ഒരാളും കൂടി വിചാരിക്കണമല്ലോ. ആഗ്രഹിച്ചിട്ട് കിട്ടിയത് ഇങ്ങനെ, ഇനി ബാക്കിയൊക്കെ വരുന്ന പോലെ അടക്കട്ടെ എന്നാണ് എൻ്റെ കൺസെപ്റ്റ്. പിന്നെ ഈ യൂട്യൂബ് ചാനൽ എന്താ തുടങ്ങിയെന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പം എൻ്റെ റൂമിൽ എൻ്റെ റൂംമേറ്റ്സ് എന്ന് പറയുന്നത് സംസാരിക്കാൻ ഇവിടെ എനിക്ക് ആരുമില്ല. അതാണ് മെയിനായിട്ടുള്ള കാര്യം. സത്യം പറഞ്ഞാൽ ജോലിക്ക് പോവുക, വരിക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഇതന്നെ പരിപാടി. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ ഷോപ്പിംഗ് പോവുക, അല്ലാണ്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമുക്കില്ല. സംസാരിക്കാന്ന് വെച്ചാൽ എനിക്ക് ഹിന്ദി അറിയാവുന്നതുകൊണ്ട്, കൽക്കട്ടയിലായതുകൊണ്ടേ ഹിന്ദി അറിയാവുന്നതുകൊണ്ട് ഇവരോടുള്ള സംസാരിക്കും. അപ്പോൾ എൻ്റെ കൂടെയുള്ള റൂംമേറ്റ്സ് എന്ന് പറയുന്നത് നേപ്പാൾ, അപ്പുറത്തെ ഉമ്മാരും നേപ്പാളുകാർ, പിന്നെ കൊളിമ്പേക്കാർ. ഞാൻ അവരോടൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കും. പിന്നെ എന്നാലും നമ്മുടെ ലാംഗ്വേജിൽ സംസാരിക്കുന്നതിൻ്റെ അത്ര ഒരു ഫീല് മറ്റു ലാംഗ്വേജുകാരോട് സംസാരിക്കാൻ കിട്ടില്ലല്ലോ. പിന്നെ ജോലി സ്ഥലത്ത് 2-4 മലയാളീസ് ഉണ്ട്, അപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഈ ഒരു ഇതുപോലെ ടെൻഷനും എല്ലാം ആലോചിക്കുമ്പോൾ ടെൻഷനും ഒറ്റക്കാണ് എന്നൊക്കെ ഫീലൊക്കെ വരുമ്പോൾ എന്താ ചെയ്യുക, വെറുതെ ഇരിക്കല്ലേ. അപ്പോഴാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്നൊരു ചിന്ത വന്നു. പിന്നെ ഞാനും വിചാരിച്ചു തുടങ്ങിയേക്കാം, ബാക്കിയൊക്കെ പറഞ്ഞ പോലെ വരട്ടെ എന്ന്. അപ്പോൾ എന്നെ അറിയാത്തവർക്കും ഇത് കാണുന്നവരും എങ്ങനെ പറയണം എന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഞാൻ ഇവിടുത്തെ കുറച്ച് യാത്രകളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും ഫോളോയും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കണം. മാറ്റാൻ ശ്രമിക്കാം. ഓക്കെ, ബൈ ബൈ, ഹാവ് എ ഗുഡ് ഡേ.